അങ്ങനെ മാധവ് സുരേഷിൻ്റെ അംഗം അട്ടഹാസം കണ്ടു. ഇതുപോലൊരു തോൽവി പടം ഈ 2026 ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ എടുത്ത് വെച്ചേക്കുവാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോവാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ല, എല്ലാ തിയേറ്ററിലും സിനിമ വാഷ് ഔട്ടായി കാണും. മാധവ് സുരേഷ് ഇപ്പോഴും ആ പഴയ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ആ ഒരു ആക്ടിങ് ലെവൽ തന്നെയാണ്, ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് പുള്ളിയായിരിക്കും. പിന്നെ നമ്മുടെ ഷൈജു കുറുപ്പൊക്കെ വരുന്നുണ്ട്. ഷൈജു കുറുപ്പും ഇത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് പടത്തിൽ. ഈ പടം ഇങ്ങനെയാണല്ലോ, പിന്നെ അവരങ്ങനെ അഭിനയിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഒരു പോസിറ്റീവ് പോലും ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയാനില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ നല്ല പൈസ ഉണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് പോയി കാണാം. അതില്ലാത്തവർ, നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ആൾക്കാർ ഈ സിനിമ കാണാൻ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ പൈസ പോകത്തേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് പടത്തിൻ്റെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് എന്തൊരു ട്വിസ്റ്റാന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്ന ലെവലിലുള്ളൊരു ട്വിസ്റ്റാണ്. അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ഈ അവസ്ഥ പറ്റി, നിങ്ങൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പറ്റുന്നവർ മാത്രം സിനിമ കാണുക. പിന്നെ ഈ സിനിമയ്ക്ക് എന്നെപ്പോലെ തല വെച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ മാത്രം കുഴപ്പമാണോ അറിയാൻ വേണ്ടിയാണ് ഈ സിനിമ ഇഷ്ടപ്പെടാത്തത്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പറ്റുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ പടത്തിൻ്റെ റിവ്യൂ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.